സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിലെ RSS കേന്ദ്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. RSS ബന്ധം സംബന്ധിച്ച CPM നേതാക്കൾ പറയുന്നത് പരസ്പര വിരുദ്ധമായ അഭിപ്രായമെന്നും സതീശൻ. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. തൃശൂർ കോർപ്പറേഷന്റെ ബെൽമൌത്ത് കെട്ടിടം ജീർണാവസ്ഥയിൽ. പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വ്യാപാരികൾ. വാഴക്കോട് പ്ലാഴിയിൽ കാട്ടാന വിളയാട്ടം. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടുകൊമ്പൻ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് വീടിന്റെ മുറ്റത്തേക്ക് കയറി. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലച്ചു. പുലർച്ചെ മുതൽ തുടങ്ങിയ കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. ദേശീയപാത ആമ്പല്ലൂരിലും ഗതാഗതക്കുരുക്ക്. കനത്ത മഴയിൽ പുള്ള് ചാഴൂർ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ചാഴൂരിൽ മത്സ്യകൃഷിക്കായി അടച്ചിട്ടിരുന്ന 2 പടവുകളിലെ സ്ലൂയിസുകൾ നാട്ടുകാർ ഇടപെട്ട് തുറന്നു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. വാർത്തകൾ വിശദമായി. CPM-ലും LDF-ലും ഒരു ഏകോപനവുമില്ലെന്നും പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് പുറത്തുവരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. RSS ബന്ധം സംബന്ധിച്ച് മുഖ്യമന്ത്രി എഴുതി വായിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിനും നാട്ടുകാർക്കും മനസ്സിലായില്ല. MV ഗോവിന്ദൻ പറഞ്ഞത് മുഖ്യമന്ത്രി നിഷേധിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത പാർട്ടികളായി CPI-യും CPM-ഉം മാറി. ഇവർക്ക് ഇപ്പോഴും RSS ബന്ധമുണ്ടെന്നാണ് UDF പറയുന്നത്. നിലമ്പൂരിൽ 15,000 വോട്ടിനും മീതെയുള്ള ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് തിരഞ്ഞെടുക്കപ്പെടുമെന്നും വി ഡി സതീശൻ ചാലക്കുടിയിൽ വ്യക്തമാക്കി. യാതൊരു തരത്തിലുള്ള ഏകോപനമില്ല. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവർ പറയുകയാണ്. CPM ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു, CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം വേർന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഇന്നലെ എഴുതി വായിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല, നാട്ടുകാർക്കും മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും സർക്കാർ ഗ്യാരണ്ടി ഏർപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുതായി നിർമ്മിച്ച ടൌൺ ബ്രാഞ്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ സംഘങ്ങളിൽ തലപ്പത്തെത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പുഴുക്കുത്തുകളുണ്ട്. ഇത്തരം പ്രവണത തടയുന്നതിന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം തന്നെ മുൻകൈയെടുക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ബാങ്ക് പ്രസിഡന്റ് VL ജോൺസൺ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലം നിർമ്മാണം എങ്ങുമെത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. ചേർപ്പ് തൃപ്രയാർ പ്രധാന റോഡിലെ ചിറക്കൽ പാലത്തിന്റെ പുനർനിർമ്മാണമാണ് നാട്ടുകാർക്കും യാത്രക്കാർക്കും തീരാ ദുരിതം സമ്മാനിക്കുന്നത്. പഴയ പാലം പൂർണ്ണമായും പൊളിച്ചുള്ള നിർമ്മാണമായതിനാൽ റോഡ് 2ആയി വിഭജിക്കപ്പെട്ട് വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രദേശം ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിയതോടെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ആവശ്യങ്ങൾക്കായി അപ്പുറമെത്താൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട ഗതികേടിലാണ്. ഇങ്ങനെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനാകാതെ രോഗി മരിക്കാനുമിടയായി. 1.5-2 വർഷമായി തുടക്കം കുറിച്ചിട്ടിട്ട് ഇതുവരെ ആയിട്ടും പണികൾ ഒന്നും നടന്നിട്ടില്ല. ആകെ 2 പേര് 3 പേര് വെച്ചിട്ടാണ് അവർ പണി നടക്കുന്നത്. ഇപ്പോൾ 1 മാസത്തെ വേണ്ടിയിട്ടാണ് അടച്ചിട്ടിട്ട്, ഒരു ബൈക്ക് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ അടച്ചിട്ടിട്ട് പണി നടത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് അതേപോലെ തന്നെ ജോലിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. 1 കിലോമീറ്റർ ചുറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 14 കിലോമീറ്റർ ചുറ്റിട്ടാണ് തൃപ്രയാർ ഭാഗത്തേക്കും മറ്റുള്ളടത്തേക്കും പോകുന്നത്. ഇപ്പോൾ പുള്ള് ആലപ്പാട് ആ ഭാഗത്തുകളൊക്കെ വെള്ളം കയറിയ കാരണം ആ ഭാഗത്തേക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പൊ ഞങ്ങളൊരു ദ്വീപിൽപ്പെട്ട പോലെ തൃപ്രയാർക്ക് പോകാനായിട്ട് ബസ് മാത്രം ആശ്രയിക്കേണ്ട, ഒരു ബൈക്കിൽ ഒരു അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനോ അതല്ലെങ്കിൽ മരിച്ച വീട്ടിലേക്ക് പോകാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. മറുകരയെത്താനുള്ള പ്രദേശത്തെ ഏക മാർഗം കാൽനടയാത്രയ്ക്കായി നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമാണ്.
മഴക്കാലത്ത് വഴുക്കലും മറ്റുമായി ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമായി. ജനങ്ങളാകെ ദുരിതത്തില്ല. ചെറുവണ്ടി കടക്കാനുള്ള സംവിധാനം ചെയ്താൽ മതിയായിരുന്നു. ഇത് 4.5 കിലോമീറ്റർ 5 കിലോമീറ്റർ ചെടിയിൽ കൂടെ വന്നിട്ട് വേണം ഇങ്ങോട്ട് ഈ ചെറുക്കലേക്ക് എത്തണമെങ്കിൽ. അതിനൊരു പോൺ വഴി എത്രയും വേഗം കണ്ടതിലെ കാര്യമുള്ളൂ. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഇത് വാർത്തത്. മെയ് മാർക്ക് കഴിഞ്ഞത്. അപ്പോൾ അടുത്ത മാസം 18-ാം തീയതി ഇത് കഴിയുമെന്ന് പറയുന്നത്. ഇത് കൈവരി കെട്ടി കഴിഞ്ഞിട്ട് വേണ്ട വണ്ടി പോകണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ. ഈ വഴിയുള്ള സ്വകാര്യ ബസ്സുകൾ നിലവിൽ ഇരുകരകൾ വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇതോടെ ഒറ്റ ട്രിപ്പിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഇരുകരകളിലേക്കും നടന്നും ബസ്സുകൾ മാറിക്കേറിയും വേണം യാത്ര നടത്താൻ. പ്രദേശത്തെ വ്യാപാരികളും ദുരിതത്തിലാണ്. ഇത് അടച്ചതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ്സിൽ 75% ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കുക. ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ തലയ്ക്ക് മെയ്ത വരുന്ന ബില്ലുകളാണ് വരുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകണം. ഞങ്ങൾക്ക് ഒരു ഗതിയില്ല. ഇത് ഈ പാലം തുറക്കാണ്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഒരു വശം വരുന്നത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വരുന്ന ബസ്സുകൾ അവിടെ നിർത്തുന്ന അപ്പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർ ആരുമില്ല. ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സാധനങ്ങൾ വരെ ബാക്കിയാവുക. ഇത് എത്ര ദിവസം ഇങ്ങനെ പോകുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടില്ല. മതിയായ തൊഴിലാളികളില്ലാത്തതാണ് പ്രവൃത്തികളിൽ കാലതാമസം വരാൻ പ്രധാന കാരണം. ഒപ്പം പ്രതികൂല കാലാവസ്ഥയും കൂടിയായപ്പോൾ നിർമ്മാണം ഒച്ചിഴയും വേഗത്തിലായി. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പാലം പണി വർഷം ഒന്ന് പിന്നിട്ടിട്ടും എങ്ങും എത്തിയില്ല. യാത്രക്കാരും പ്രദേശവാസികളും എല്ലാം തന്നെ ദുരിതത്തിലാണ്. ഈ കാണുന്ന നടപ്പാലം കൂടി ഇല്ലായിരുന്നെങ്കിൽ കാൽനട യാത്ര പോലും അസാധ്യമായിരുന്നു. ഇനിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കി പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളും യാത്രക്കാരും പ്രദേശത്തെ വ്യാപാരികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. തൃശൂർ കോർപ്പറേഷന്റെ ബെൽമൌത്ത് കെട്ടിടം ജീർണാവസ്ഥയിൽ. വ്യാപാരികൾ പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബെൽമൌത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടമാണ് ചോർന്നൊലിച്ച് തകർച്ചാഭീഷണി നേരിടുന്നത്. കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഇരുമ്പ് കമ്പികൾ ദ്രവിച്ച് സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിലാണ്. 4 നിലകളിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള ജീവനക്കാർക്ക് ഉപയോഗിക്കാനുള്ള ശുചിമുറിയുടെ അവസ്ഥയും പരിതാപകരമാണ്. തൃശൂർ നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോഴും കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്വന്തം കെട്ടിടത്തിന്റെ സുരക്ഷ പോലും ഉറപ്പാക്കാനാവുന്നില്ല. നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നഗരഹൃദയത്തിലുള്ള ബെൽമൌത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഇവിടെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് മുൻ കൗൺസിലറും ഹിന്ദു മസ്തൂർ സഭ ജില്ലാ പ്രസിഡന്റുമായ PO അബ്ദുൾ മുത്തലിഫ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. TCV തൃശൂർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാട്ടാന വിളയാട്ടം. ജനവാസ മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് വീടിന്റെ മുറ്റത്തേക്ക് കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രദേശത്തെ വീട്ടുപറമ്പുകളിലെത്തിയ കൊമ്പൻ വാഴയും തെങ്ങും പ്ലാവും ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. മേഖലയിൽ കാട്ടാന ഇറങ്ങുമ്പോൾ കാട് കയറ്റാനും പ്രതിരോധം തീർക്കാനും അകമല ആസ്ഥാനമായി RRT രൂപീകരിക്കണമെന്ന വർഷങ്ങളായുള്ള ജനകീയ ആവശ്യത്തിന് നാളിതുവരെയും അധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലച്ചു. കല്ലിടുക്ക് മുതൽ ചുവന്ന മണ്ണ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. കല്ലിടുക്കിൽ ട്രെയിലർ ലോറി കുടുങ്ങിക്കിടന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിലർ ലോറി JCB ഉപയോഗിച്ച് മാറ്റിയെങ്കിലും വ്യാഴാഴ്ച പുലർച്ചെ തുടങ്ങിയ കുരുക്ക് മണിക്കൂറുകളോളം തുടർന്നു. അതേസമയം മുടിക്കോട്, കല്ലിടുക്ക് എന്നിവിടങ്ങളിലെ കുഴികൾ മൂലം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി പുരോഗമിക്കുകയാണ്. മന്ത്രി K രാജന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ദേശീയപാത അധികൃതർ അറ്റകുറ്റപ്പണി നടത്തുന്നത്.
ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ആമ്പല്ലൂർ. വാഹനനിര പുതുക്കാട് വരെ നീണ്ടു. നടുറോഡിൽ കുടുങ്ങി യാത്രക്കാർ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലായിരുന്നു ഗതാഗതക്കുരുക്ക്. ശക്തമായ മഴ പെയ്താൽ ദേശീയപാതയിൽ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ പല മാർഗവും അവലംബിച്ചിട്ടും ദേശീയപാതയിലെ കുരുക്കഴിക്കൽ ഫലപ്രദമാകുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. വാഹനങ്ങൾ പലയിടത്തും ഇഴഞ്ഞ് നീങ്ങുകയാണ്. ചില സമയങ്ങളിൽ പുതുക്കാട് സെന്റർ വരെ വാഹനനിര നീണ്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അരമണിക്കൂറിലേറെ സമയമെടുത്താണ് വാഹനങ്ങൾ ആമ്പല്ലൂർ കടക്കുന്നത്. സർവീസ് റോഡിലെ കുഴിയും വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. TCV പുതുക്കാട്. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിൽ നിന്ന് ആംബുലൻസുകാർക്ക് വഴിയൊരുക്കാൻ ഓടുന്ന പോലീസുകാരന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. പാലക്കാട് മുട്ടിക്കുളങ്ങര AR ക്യാമ്പിലെ മണികണ്ഠനാണ് സമൂഹമാധ്യമങ്ങളിലൂടെ കയ്യടി നേടുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവറാണ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 15 മിനിറ്റോളം ബ്ലോക്കിലായിരുന്നു. അപ്പോൾ പിന്നെ സാറ് നമുക്ക് വണ്ടിയുടെ മുന്നിൽ ഓടിക്കൊണ്ട് വഴി ക്ലിയർ ആക്കി തന്നു. 15 മിനിറ്റോളം എന്തായാലും ബ്ലോക്കിൽ കിടന്നുണ്ടാവും. അപ്പോൾ ആളത് കണ്ട് നമുക്ക് വഴി ക്ലിയർ ആക്കി തന്നു. ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വിസിലടിച്ച് ഓടി നടന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുകയാണ് മണികണ്ഠൻ. ദിനംപ്രതി 20-ലേറെ ആംബുലൻസുകൾക്കാണ് മണികണ്ഠൻ വഴിയൊരുക്കുന്നത്. പാലക്കാട് കോട്ടായി സ്വദേശിയായ മണികണ്ഠൻ 3 മാസം മുൻപാണ് പോലീസിൽ ചേർന്നത്. ഒരാഴ്ച മുൻപ് പുതുക്കാട് സ്റ്റേഷനിലെത്തിയ മണികണ്ഠന് ആമ്പല്ലൂരിലെ ഗതാഗത നിയന്ത്രണത്തിനായിരുന്നു ചുമതല. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് കണ്ട് ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും ജീവനും കൊണ്ട് പാഞ്ഞുവരുന്ന ആംബുലൻസുകളെ വേഗത്തിൽ കടത്തിവിട്ടു തുടങ്ങിയതോടെ ജോലി ആവേശമായി മാറിയതായും മണികണ്ഠൻ പറഞ്ഞു. ജോലിയിൽ ചുരുങ്ങിയ കാലത്തെ പരിചയമേ ഉള്ളൂവെങ്കിലും തഴക്കം വന്നൊരാൾ ചെയ്യുന്ന രീതിയിലാണ് മണികണ്ഠന്റെ ഗതാഗത നിയന്ത്രണം. കർഷക കുടുംബത്തിലെ അംഗമായ മണികണ്ഠൻ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്തിട്ടുണ്ട്. ദിവസം 6 മണിക്കൂർ ജോലിയിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ വിശ്രമിക്കാൻ പോലും ഈ 33-കാരൻ നിൽക്കാറില്ല. TCV പുതുക്കാട്. കനത്ത മഴയിൽ പുള്ള് ചാഴൂർ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ചാഴൂർ പഞ്ചായത്തിൽ മത്സ്യകൃഷിക്കായി അടച്ചിട്ടിരുന്ന 2 പടവുകളിലെ സ്ലൂയിസുകാർ നാട്ടുകാർ ഇടപെട്ട് തുറന്നു. ആലപ്പാട് പുള്ള് സഹകരണ സംഘത്തിന്റെ മേൽനോട്ടത്തിലുള്ള ആലപ്പാട്ട് പടവിന്റെയും പുള്ളുപടവിന്റെയും പടിഞ്ഞാറ് അതിർത്തിയിൽ അന്തിക്കാട്ട് പടവിലേക്കുള്ള സ്ലൂയിസുകളാണ് പുള്ളു സ്വദേശികളായ 50ഓളം പേരടങ്ങുന്ന സംഘം തുറക്കാൻ രംഗത്തിറങ്ങിയത്. തുറന്ന സ്ലൂയിസുകളിലൂടെ വെള്ളം അന്തിക്കാട്ട് പടവിലേക്കാണ് ഒഴുകുന്നത്. എല്ലാ സ്ലൂയിസുകളും മുകൾ ഭാഗം മാത്രം പേരിന് തുറന്ന നിലയിലും നെറ്റ് ഉപയോഗിച്ച് അടച്ച അവസ്ഥയിലുമായിരുന്നു. സ്ലൂയിസുകൾ അടച്ചിട്ടതുമൂലം ആലപ്പാട് പള്ളിപ്പുറം റോഡിന്റെ ചില ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഇതിലൂടെയുള്ള ഗതാഗതം പൊതുമരാമത്ത് വകുപ്പ് നിരോധിക്കുകയും ചെയ്തിരുന്നു. നാട്ടുകാർ പലതവണ ജില്ലാ ഭരണകൂടത്തെയും ചാഴൂർ കൃഷിഭവനെയും സമീപിച്ചെങ്കിലും തുറക്കാനുള്ള നടപടികളിലുള്ള അനാസ്ഥ മൂലം പ്രദേശം പതിവിലും നേരത്തെ വെള്ളക്കെട്ടിലാവുകയായിരുന്നു. അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും സ്ലൂയിസുകൾ അടച്ചിട്ട പടവ് കമ്മിറ്റിക്കാർക്കെതിരെയും ജില്ലാ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. TCV തൃശൂർ. വെള്ളക്കെട്ടിനെ തുടർന്ന് പള്ളിപ്പുറം ആലപ്പാട് റോഡ് അടച്ചു. ഇരുവശത്തെയും പാടത്തുനിന്ന് റോഡിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് അമ്മാടം പെരിങ്ങോട്ടുകര റോഡിൽ പള്ളിപ്പുറം മുതൽ ആലപ്പാട് കുണ്ടോളിക്കടവ് വരെയുള്ള റോഡിൽ ഗതാഗതം നിരോധിച്ചു. PWD ചേർപ്പ് സെക്ഷൻ അധികൃതരാണ് ഗതാഗതം നിരോധിച്ചത്. അപകട സാധ്യത ഏറിയതിനാലാണ് നിരോധനം. തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ തോട് ശുചീകരണ പ്രവൃത്തികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. വർഷകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ വെള്ളക്കെട്ട് മൂലം വീടുകളിൽ വെള്ളം കയറി ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നത് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിക്കേണ്ട തോട് ശുചീകരണ പ്രവർത്തനങ്ങൾ മെയ് അവസാനമാണ് ആരംഭിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 73.25% പോളിംഗ് രേഖപ്പെടുത്തി. കനത്ത മഴയിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മുന്നണികളും സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കിരീടം കാണാനില്ലെന്ന് പരാതി. ക്ഷേത്രത്തിലെ പുതിയ ദേവസ്വം ഓഫീസർ ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ടം പാത്രം രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് 15 ഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണക്കിരീടം കാണാനില്ലെന്ന് കണ്ടെത്തിയത്.
ദേവസ്വം ഓഫീസറായി ചുമതലയേറ്റ സച്ചിന്റെ പരാതിയിൽ ദേവസ്വം വിജിലൻസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി. നിലവിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഓഫീസർ ലീവെടുത്ത് മാറി നിന്നപ്പോഴാണ് പുതിയ ഓഫീസറെ ദേവസ്വം നിയോഗിച്ചത്. ദേവസ്വം വിജിലൻസ് ഓഫീസറായ അസിസ്റ്റന്റ് കമ്മീഷണർ ഷീജയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയത്. വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ വിവേകോദയം സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. ബാലസാഹിത്യകാരൻ CR ദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി KG ബാബുരാജ്, വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ TS പത്മജ, ഹെഡ്മാസ്റ്റർ MG സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക മേഖലകളിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകുന്ന അനുപമമായ പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വർഷം 3 ലക്ഷം കുടുംബങ്ങളിലേക്ക് വായനാ വസന്തം എത്തിച്ചുകൊണ്ടാണ് വായനാ പക്ഷാചരണത്തിന് ലൈബ്രറി കൌൺസിൽ തയ്യാറെടുക്കുന്നത് എന്നത് സന്തോഷം പകരുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. ഒരാളുടെ വ്യക്തിത്വവും ഹൃദയവും വികസിക്കുന്നതിന് വായന സഹായിക്കും. നമ്മുടെ യുവജനത വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെയും ആന്തരിക സമ്മർദ്ദങ്ങളിലൂടെയും കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ വായന അവരുടെ വ്യക്തിത്വത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ സഹായിക്കും. അസമത്വപൂർണവും അന്ധവിശ്വാസം നിറഞ്ഞതുമായ ഒരു വിദൂര ഭൂതകാലത്തിലേക്ക് ഇന്ത്യയെ കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നമ്മൾ ആട്ടിപ്പായിച്ച അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തിരിച്ചുവരവിന് ബോധപൂർവം അരങ്ങൊരുക്കുന്ന ശക്തികളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ KEN കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മുരളി പെരുന്നെല്ലി MLA വായനാദിന സന്ദേശം നൽകി. ലൈബ്രറി കൌൺസിൽ അംഗം TK വാസു, PN പണിക്കർ അനുസ്മരണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു, VK ഹാരിഫാബി തുടങ്ങിയവർ സംസാരിച്ചു. PN പണിക്കരുടെ ജന്മദിനമായ ജൂൺ 19 മുതൽ IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് കേരള സർക്കാരും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലും സംയുക്തമായി വായനാചരണം സംഘടിപ്പിക്കുന്നത്. TC വിനോസ്, തൃശൂർ. മാള കുമ്പിടിയിൽ സഹോദരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജ്യേഷ്ഠൻ കുറ്റക്കാരനാണെന്ന് ഇരിങ്ങാലക്കുട കോടതി കണ്ടെത്തി. മാള കുമ്പിടിയിൽ 4 ഘണ്ടൻ വീട്ടിൽ പോളിനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പ്രതിക്കുള്ള ശിക്ഷ ഈ മാസം 23-ന് വിധിക്കും. 2020 സെപ്റ്റംബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സഹോദരൻ ആൻഡുവും ജ്യേഷ്ഠൻ പോളും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പെരിങ്ങാവ് കോർപ്പറേഷൻ ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് ഹരിതകർമ്മസേനയുടെ കളക്ഷൻ സെന്റർ നിർമ്മിക്കാനുള്ള നീക്കം വ്യാപാരികൾ തടഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിൽവെട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. പുഴയ്ക്കും ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്കും പരിസരത്തെ താമസക്കാർക്കും ഒരുപോലെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കോർപ്പറേഷന് വ്യാപാരികളും സമീപവാസികളും നിരവധി പരാതികൾ നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിൽവട്ടം യൂണിറ്റ് പ്രസിഡന്റ് AR രഘു, സെക്രട്ടറി PO വർഗീസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പന്നിത്തടം സെന്ററിൽ റോഡ് വീതി കൂട്ടി വികസിപ്പിച്ചതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം റോഡുകൾ സംഗമിക്കുന്നത് സൂചിപ്പിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകളും മറ്റ് സിഗ്നൽ സംവിധാനങ്ങളും സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 7:30യോടെയാണ് വീണ്ടും അപകടമുണ്ടായത്. 2 കാറുകളും ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ദിവസം കാലത്ത് 3 വണ്ടി 4 വണ്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് കാലത്ത് 2 കാറും ഒരു ബൈക്കും കൂടി കൂട്ടിയിടിച്ച് ബൈക്കുകാരന്റെ ആയുസിന്റെ വലിപ്പം കൊണ്ടാണ് 2 ആളും രക്ഷപ്പെട്ടത്. 2 കാറുകളും ആകെ തർപ്പണായി. ഇത് ദിവസം ഇത് തന്നെയാണ് പന്നിത്തറം മേഖലയിലെ സ്ഥിതി. ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാതയായ വടക്കാഞ്ചേരി കുന്നംകുളം റോഡും കോഴിക്കോട് എറണാകുളം ബൈപ്പാസ് റോഡായ അക്കിക്കാവ് കേച്ചേരി റോഡുമാണ് പന്നിത്തടം സെന്ററിലൂടെ കടന്നുപോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. റോഡുകൾ വീതി കൂട്ടി യാത്രാ സൗകര്യം വർദ്ധിച്ചതിനാലും റോഡുകളുടെ സംഗമം അറിയാത്തതിനാലും 4 ഭാഗത്തു നിന്നും അതിവേഗതയിലാണ് വാഹനങ്ങൾ പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിക്കുന്നത്. ഇതേ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവായിരിക്കുകയാണ്. സംവിധാനമില്ല, അതിനുള്ള സുരക്ഷ ഒരുക്കിയിട്ടില്ല. അതിനൊരു പരിഹാരം വേണം. റോഡ് അതോറിറ്റി അതുപോലെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് സിഗ്നലുകളൊക്കെ സ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെയും യാത്രക്കാരെയും രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പൊതുപ്രവർത്തകരും പൊതുമരാമത്ത് വകുപ്പിനോടും നിർമ്മാണ ചുമതലയോടെ കിഫ്ബിയോടും നിരന്തരം ആവശ്യപ്പെടുന്നു. എന്നാൽ അധികൃതർ ഇത് ചെവിക്കൊള്ളുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എപ്പോഴും ആക്സിഡന്റ്. അധികൃതരാണെങ്കിൽ ഒരു കണ്ണു തുറക്കുന്നില്ല. കാരണം സിഗ്നൽ ലൈറ്റ് ഇല്ല, ട്രാഫിക് ബ്ലോക്ക്, വളരെ ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് കാൽനട യാത്രക്കാർക്കൊന്നും തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ധാരാളം അപകടങ്ങൾ നടക്കുന്നത് കൊണ്ട് ഒരുപാട് മനുഷ്യജീവികൾക്ക് ഭീഷണിയാണ്. ആയതിനാൽ വേണ്ടത്ര സംവിധാനങ്ങളായ സിഗ്നലിലെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. വാഹനങ്ങളുടെ അമിതവേഗം സെന്ററിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നാട്ടുകാർക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഉടൻ തന്നെ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇന്ന് വായനാ ദിനം. വായനയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് ലോക വായനാ ദിനമായി ആചരിക്കുന്നത്. ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം പരന്ന വായനയെ പിന്നോട്ടടിപ്പിച്ചുവെങ്കിലും ഈ പുസ്തകങ്ങളും ഓഡിയോ ബുക്കുമെല്ലാം പ്രതീക്ഷ നൽകുന്നതാണ്. അറിവിന്റെ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് വായന. വായന ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എത്ര വളർന്നാലും വായന ഇല്ലാതാകുന്നില്ല. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. ന്യൂസ് ഡെസ്ക്, TCV. എഴുത്തിലും വായനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മുൻ അധ്യാപിക എല്ലാ ദിവസവും ഒരു പുസ്തകം വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതും. ഇത്തരത്തിലുള്ള ആസ്വാദനക്കുറിപ്പ് തന്റെ മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് ശീലമാക്കിയിരിക്കുകയാണ് സർക്കാർ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയായ മേരി തോമസ്. മഴക്കാലമല്ലേ, മഹിമനം കുളിരും കാലമല്ലേ, മഴക്കാരൻ മഷിയെഴുതും കാലമല്ലേ. വാഴച്ചാൽ GW LP സ്കൂളിൽ നിന്ന് 2018 വിരമിച്ച ശേഷം
പുസ്തകം വായിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ലെന്ന് മേരി തോമസ് പറയുന്നു. 200-ലധികം കവിതകളും 12 കഥകളും എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 30 കവിതകൾ പുസ്തകമാക്കി അടുത്ത മാസം പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. 110 പുസ്തകത്തിന്റെ ആസ്വാദനക്കുറിപ്പ് ഇതിനകം മുഖപുസ്തകത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലസാഹിത്യമാണ് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ശാലിനി മേനോന്റെ മേഘമുത്തശ്ശിയാണ് പ്രിയപ്പെട്ട പുസ്തകമെന്ന് മേരി തോമസ് പറഞ്ഞു. ഞാനിപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിട്ടിപ്പോൾ ഒരു 110ഓളം ആസ്വാദനക്കുറിപ്പ് FBയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറേ കവിത എഴുതിയിട്ടുണ്ട്. 155 കവിതകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കവിതകൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പുസ്തകമാക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം അതിൻ്റെ പ്രകാശനം ഉണ്ടാകും. ഇനിയും കുറച്ച് കവിതകളോടെ ഇങ്ങനെ ഞാൻ FBയിൽ ഇടാത്ത കുറച്ച് ഇരിപ്പുണ്ട്. അത് ചേർത്തിട്ടില്ല. ഇപ്പം ദിവസം വായിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന കവിതകളാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുമായി സംവദിക്കാൻ ഇഷ്ടപ്പെടുന്ന സന്തോഷവും സങ്കടവും കവിതകളിലൂടെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. എഴുത്തിനും വായനയ്ക്കും പ്രത്യേക സമയമില്ലെങ്കിലും പലപ്പോഴും രാത്രി 12 വരെ നീണ്ടുപോകുമെന്നും ഇത് കഴിഞ്ഞിട്ടേ ഉറക്കമുള്ളൂവെന്നും ഇവർ പറയുന്നു. പുസ്തക വായനയിലും ആസ്വാദനക്കുറിപ്പ് എഴുതുന്നതിലും വിനോദം കണ്ടെത്തുന്ന മുൻ അധ്യാപികയ്ക്ക് എഴുത്തും വായനയുമാണ് പ്രിയപ്പെട്ട ലോകം. ഒരു കുടം തണ്ണീർ ചുമലിലേന്തുവാനിനി എത്ര നാൾ കാത്തിരിക്കണമിനി എത്ര നാൾ. TCV ന്യൂസ്, മാള. പുതിയ തലമുറയെ വായനയിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിനിയേച്ചർ പുസ്തകങ്ങൾ ഒരുക്കി സൗജന്യമായി വിതരണം നടത്തിവരികയാണ് ഗിന്നസ് സത്താർ ആദൂർ. കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ 35,000 കുഞ്ഞൻ പുസ്തകങ്ങൾ സത്താർ ആദൂർ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ വായനാദിനത്തോടനുബന്ധിച്ച് ഇറക്കിയ കുഞ്ഞൻ പുസ്തകത്തിനും പുതുമകൾ ഏറെയുണ്ട്. എത്ര പറഞ്ഞാലും മതിയാകില്ല ഗിന്നസ് സത്താർ ആദൂരിന്റെ കുഞ്ഞൻ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ. പുതിയ മൾട്ടി കളർ പേജുകളോടുകൂടിയ പുസ്തകം 1,00,000 വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താറിന്റെ പുതിയ ദൗത്യം. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം നിർമ്മിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് സത്താർ ആദൂർ. 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 പുസ്തകങ്ങൾ രചിച്ച് 2016 സത്താർ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഇതിനു മുൻപ് 2011 കുഞ്ഞു പുസ്തകങ്ങളുടെ വിതരണത്തിലൂടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. സത്താറിന്റെ സൗജന്യ പുസ്തക വിതരണ ശ്രേണിയിലെ 6ാമത്തെ സമാഹാരമായ ആദൂർ കവിതകളാണ് ഈ വായനാ ദിനത്തിൽ പുസ്തകപ്രേമികളെ തേടിയെത്തുന്നത്. 3 സെന്റിമീറ്റർ നീളവും 250 മില്ലിഗ്രാം മാത്രം തൂക്കവുമുള്ള മൾട്ടി കളർ പേജുകളോട് കൂടിയ പുസ്തകത്തിൽ 81 പോസ്റ്റർ കവിതകളാണുള്ളത്. 15,000 കോപ്പികളാണ് ഇത്തവണ വിതരണത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത്. 1000 വിദ്യാലയങ്ങളിലേക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്യും. സൗജന്യ പുസ്തക വിതരണം 1,00,000-ലേക്ക് എത്തിക്കുക എന്നതാണ് ഗിന്നസ് സത്താർ ആദൂരിന്റെ ലക്ഷ്യം. പുതിയ തലമുറയെ വായനയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കൗതുകകരമായ മിനിയേച്ചർ പുസ്തകം നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. മിനിയേച്ചർ പുസ്തകങ്ങളുടെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത് ഓരോ പേജുകളും നമ്മൾ കൂട്ടിയോജിപ്പിച്ച് എൻ്റെ മക്കള്, എൻ്റെ അയൽപ്പക്കത്തുള്ള കുട്ടികൾ, അതുപോലെ എൻ്റെ ഭാര്യ, എൻ്റെ ഉപ്പ എല്ലാവരും ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും അധികം പുസ്തകങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ആദൂർ കവിതകൾ ഒരു 15,000 കോപ്പി നൽകുക എന്നാണ് ആഗ്രഹിക്കുന്നത്. അതോടുകൂടി എനിക്ക് 1,00,000 പുസ്തകങ്ങൾ സൗജന്യമായി നൽകുക എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. 2008 വായനാ ദിനത്തിലാണ് സത്താർ സൗജന്യ പുസ്തക വിതരണത്തിന് തുടക്കം കുറിച്ചത്. 1.5 ഇഞ്ച് വലിപ്പമുള്ള SMS 101 കഥകൾ എന്ന പുസ്തകത്തിന്റെ 5,000 കോപ്പികളാണ് ആ വർഷത്തിൽ വിതരണം ചെയ്തത്. 2009 1 ഇഞ്ച് വലിപ്പമുള്ള 101 കവിതകളുടെ സമാഹാരവും 2019 ഇംഗ്ലീഷിലുള്ള 1.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള 50-50യും 2023 3.5 സെന്റിമീറ്റർ നീളമുള്ള ഹൈക്ക് കഥകളുടെ സമാഹാരവും വായനക്കാരിലേക്ക് സൗജന്യമായി എത്തിച്ചു. ഈ കാലയളവിനുള്ളിൽ ഏകദേശം 30 ലക്ഷം രൂപയുടെ 35,000 പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മനോഹരമായ ആദൂർ ഗ്രാമത്തിന്റെ പേരിലുള്ള ആദൂർ കവിതകൾ എന്ന കുഞ്ഞൻ പുസ്തകം തീർത്തും സൗജന്യമായാണ് ഗിന്നസ് സത്താർ ആദൂർ വിതരണം ചെയ്യുന്നത്. 1,00,000 കോപ്പിയെങ്കിലും വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ ആഗ്രഹം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. മലയാളക്കരയാകെ വായനാ പക്ഷാചരണം ആഘോഷിക്കുന്ന വേളയിൽ പഴമയുടെ പ്രതാപം പേറുന്ന ഒല്ലൂർ ലൈബ്രറിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും വായനാ ദിനാചരണവും സംഘടിപ്പിച്ചു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വായനയുടെ വാതായനം തുറന്നിട്ട് ഒല്ലൂരിൽ ആരംഭിച്ച ലൈബ്രറിക്കാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഓഫീസ് ലഭിച്ചത്.
പനംകുറ്റിച്ചിറയിലെ കോർപ്പറേഷന്റെ പുതിയ സോണൽ ഓഫീസ് അങ്കണത്തിൽ തന്നെയാണ് ഒല്ലൂർ ലൈബ്രറിയുടെ പുതിയ ഓഫീസ് കെട്ടിടവും പ്രവർത്തിക്കുന്നത്. ഇടക്കാലം കൊണ്ട് നിലച്ചുപോയ ഒല്ലൂർ ലൈബ്രറിക്ക് വീണ്ടും വായനയുടെ പുതുജീവൻ നൽകിയത് ഇപ്പോഴത്തെ ലൈബ്രറി പ്രസിഡന്റായ CP പോളിയുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ഏകദേശം 7000-ൽ പരം പുസ്തകങ്ങളുള്ള ലൈബ്രറി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരവാഹികൾ. പുതിയ ലൈബ്രറി ഓഫീസിന്റെയും വായനാ ദിനാചരണത്തിന്റെയും ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പുസ്തകങ്ങൾ ലൈബ്രറിക്ക് കൈമാറി. ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ K രമാദേവി പുസ്തകം ഏറ്റുവാങ്ങി. ഡിജിറ്റൽ കാലഘട്ടത്തിൽ വായനയുടെ പ്രസക്തിയെ സംബന്ധിച്ച് സാഹിത്യ നിരൂപകൻ VU സുരേന്ദ്രൻ പ്രഭാഷണം നടത്തി. DPC മെമ്പറും ഒല്ലൂർ ലൈബ്രറി പ്രസിഡന്റുമായ CP പോളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കരോളിൻ ജെറിഷ്, ശ്യാമള മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. എരുമപ്പെട്ടി വെള്ളറക്കാട് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരനായ യുവാവിന് സാരമായി പരിക്കേറ്റു. ചിറമനേങ്ങാട് സ്വദേശി കുന്നത്ത് പീടികയിൽ അബൂബക്കറിന്റെ മകൻ ഇർഷാദിനാണ് പരിക്കേറ്റത്. വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമായിരുന്നു അപകടം. റോഡിനു കുറുകെ ഓടിവന്ന പന്നി സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ടുമറിഞ്ഞ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ ഇർഷാദിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റു. പരിക്കേറ്റയാളെ കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മതേതര ഇന്ത്യയ്ക്ക് അനിവാര്യമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ 55ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി DCCയുടെ നേതൃത്വത്തിൽ പുല്ലഴി സെന്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളോടൊപ്പം പിറന്നാൾ മധുരം പങ്കുവച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾഡ് ഏജ് ഹോം ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. തളിയക്കോണത്ത് വീട്ടിൽ കയറി മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം താമസിക്കുന്ന തിരുനെൽവേലി സ്വദേശിനികളായ നാഗമ്മ, മീന എന്നിവരാണ് അറസ്റ്റിലായത്. തളിയക്കോണം സ്വദേശി കൂട്ടുമാക്കാക്കൽ അജയകുമാറിന്റെ വീടിന്റെ പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറി വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 15,000 രൂപ വില വരുന്ന ഓട്ടുരുളിയും മറ്റു പാത്രങ്ങളും മോഷ്ടിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. മാപ്രാണം വർണ്ണ തിയേറ്ററിന് സമീപത്ത് ചാക്കുകെട്ടുമായി നടന്നുപോകുന്ന മോഷ്ടാക്കളെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. ഇവരുടെ കൈവശമുള്ള ചാക്കുകെട്ടുകൾ പരിശോധിച്ചതിൽ അജയകുമാറിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ വസ്തുക്കൾ കണ്ടെടുത്തു. മദ്യപിച്ച പണം ചോദിച്ചതിന് കാട്ടൂർ ബാറിലെ ജീവനക്കാരനെ ആക്രമിച്ച യുവാക്കൾ അറസ്റ്റിലായി. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി പടിയത്ത് വീട്ടിൽ ബിൻഷാദ്, കാട്ടൂർ പറയൻകണ്ടവ് സ്വദേശി കരിപ്പാടത്ത് വീട്ടിൽ ഷൈജു എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ച പണം ചോദിച്ചതിലുള്ള വൈരാഗ്യത്താൽ കാട്ടൂരിലെ ബാറിലെ ജീവനക്കാരനായ രവീന്ദ്രനെ അസഭ്യം പറയുകയും സെക്യൂരിറ്റി ജീവനക്കാരൻ സെബാസ്റ്റ്യനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് വീടിന് പുറത്തിറങ്ങിയ വയോധികൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. മുണ്ടൂർ ഞാറേക്കാട് 61 വയസ്സുള്ള കുമാരനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വനംവകുപ്പിന്റെ അനാസ്ഥയാണ് മുണ്ടൂരിൽ കാട്ടാന ശല്യം തുടർക്കഥയാകാൻ കാരണമെന്നും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. 1 മാസം മുൻപ് അലൻ എന്ന യുവാവ് സമാന രീതിയിൽ മരണപ്പെട്ടിരുന്നു. പതിനേഴ് വയസ്സുകാരന് കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായി. മേത്തല TKS പുരം സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ രാഹുലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കശ്യപന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി വാണിജ്യം. സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴകേകാൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി സലൂൺ ശൃംഖലയായ ടൂലിപ്സ് ബ്യൂട്ടി സലൂണിന്റെ അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച ബ്യൂട്ടി സലൂണിന്റെ റീലോഞ്ചിംഗ് നടന്നു. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന നവീകരിച്ച ബ്യൂട്ടി സലൂണിന്റെ ഉദ്ഘാടനം സിറ്റി സെന്റർ മാനേജിംഗ് ഡയറക്ടർ CS സലീം നിർവഹിച്ചു. ടൂലിപ്സ് ഉടമ ഷിബുകുമാറിന്റെ മകൾ മാളവിക ഷിബുകുമാർ ഭദ്രദീപം തെളിയിച്ചു. കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വർഷങ്ങളുടെ വിശ്വസ്ത പാരമ്പര്യവും മികച്ച സേവനങ്ങളുമായി മുന്നേറുന്ന ടൂലിപ്സ് ബ്യൂട്ടി സലൂണിൽ
ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഹൈടെക് ആൻഡ് ഹൈജീനിക് സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സൗന്ദര്യ സങ്കല്പ രംഗത്ത് തൃശൂരിന്റെ മുഖമുദ്രയായ ടുലിപ്സ് ബ്യൂട്ടി സലൂണിന്റെ നവീകരിച്ച ബ്യൂട്ടി സലൂൺ അതിവിശാലമായ സൗകര്യത്തോടു കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നവീകരിച്ച ജെൻസ് ആൻഡ് ലേഡീസ് ബ്യൂട്ടി സലൂണിൽ പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, സ്മൂത്തനിങ്, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, ബോട്ടോക്സ് തുടങ്ങിയ സേവനങ്ങൾ മികച്ച രീതിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. റീലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ഒട്ടേറെ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പെഡിക്യൂർ, സ്പാ എന്നിവ ചെയ്യുന്നവർക്കും 916 ഫേഷ്യൽ, ജെന്റിൽമാൻ ഫേഷ്യൽ ചെയ്യുന്നവർക്കും 50% ഡിസ്കൗണ്ട് നൽകും. അടുത്ത 5 ദിവസത്തേക്ക് ഹെയർ കട്ട് ചെയ്യുമ്പോൾ സൗജന്യമായി താടി സെറ്റ് ചെയ്യുന്നതിനുള്ള അവസരവും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7736 408363. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9265 രൂപ, പവന് 74,120 രൂപ. വെള്ളി ഗ്രാമിന് 121 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4353 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിലെ RSS കേന്ദ്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS ബന്ധം സംബന്ധിച്ച് CPM നേതാക്കൾ പറയുന്നത് പരസ്പര വിരുദ്ധമായ അഭിപ്രായമെന്നും സതീശൻ. 1 വർഷം പിന്നിട്ടിട്ടും ചേർപ്പ് ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ കാരണം യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിൽ. തൃശൂർ കോർപ്പറേഷന്റെ ബെൽമൌത്ത് കെട്ടിടം ജീർണാവസ്ഥയിൽ. പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വ്യാപാരികൾ. വാഴക്കോട് പ്ലാഴിയിൽ കാട്ടാന വിളയാട്ടം. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടുകൊമ്പൻ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് വീടിന്റെ മുറ്റത്തേക്ക് കയറി. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലച്ചു. പുലർച്ചെ മുതൽ തുടങ്ങിയ കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. ദേശീയപാത ആമ്പല്ലൂരിലും ഗതാഗതക്കുരുക്ക്. കനത്ത മഴയിൽ പുള്ള്, ചാഴൂർ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ചാഴൂരിൽ മത്സ്യകൃഷിക്കായി അടച്ചിട്ടിരുന്ന 2 പടവുകളിലെ സ്ലൂയിസുകൾ നാട്ടുകാർ ഇടപെട്ട് തുറന്നു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.